പേര് മനീഷ, വീട് ഇരിഞ്ഞാലക്കുട. ആദ്യം തന്നെ എനിക്ക് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയുടെ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 23 അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഉടമ്പടീനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ OET 3 വട്ടം എഴുതി ഫെയിലായിരുന്നു. 3ാമത്തെ തവണ OET എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തിലത്തെ സാക്ഷ്യം അയച്ചു തന്നിരുന്നു. ആ സാക്ഷ്യം കണ്ടതിന് ശേഷം എനിക്ക് കൃപാസനത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 3 തവണ OET അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് OET പഠിച്ചിരുന്നത്. അതിനുശേഷം 4ാമത്തെ തവണ OET എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഓഫ്ലൈനായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് OET എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ നഴ്സാണ്. അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ തൃശ്ശൂർ ഓഫ്ലൈനായിട്ട് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു കൃപാസന പത്രം കിട്ടി. കൃപാസന പത്രം കിട്ടിയതിന് ശേഷം ഞാൻ വാർഡനോട് ചോദിച്ചു, ഇത് എങ്ങനെ കിട്ടിയത്, എനിക്ക് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒക്ടോബർ 23 പോകുന്നുണ്ട്, നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാം, അവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കുക, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എടി ഉടമ്പടി എടുക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം 2 നേരം. ഞാൻ ഹിന്ദുവാണ്, അപ്പോൾ നിനക്കത് ബുദ്ധിമുട്ടായിരിക്കും, ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ ബൈബിൾ ഡെയിലി വായിക്കണം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം കൂടെ ഉണ്ടായിരുന്നൊരു വേറെ ചേച്ചി പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഹിന്ദു അല്ലേ, എനിക്കതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെന്തായാലും നീ ചെയ്തോളൂ, അത് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒക്ടോബർ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ പത്രങ്ങൾ ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ പുത്തമ്പള്ളിയുടെ അവിടെ പത്രം കൊണ്ടുപോയി കൊടുത്ത് തിരിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് അവിടെ പള്ളിയുടെ മുന്നിൽ കുറച്ച് പത്രങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അതൊന്ന് കൊടുത്തു തീർക്കണമെന്ന്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉച്ച നേരത്താണ് കൊടുത്തത്, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും എൻ്റെ മനസ്സിൽ അത് കൊടുക്കണമെന്ന് തോന്നി. ഞാനത് കൊടുത്തു തീർത്തു. അത് കൊടുത്ത് ഞാൻ തിരിഞ്ഞ് എൻ്റെ ബാഗ് എടുക്കാൻ വരുമ്പോൾ വീണ്ടും കുറേയൊക്കെ 8 പത്രങ്ങൾ അവിടെ ഇരിക്കുക. അത് കണ്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം അടുത്ത് പിന്നിലുണ്ടായിരുന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു, മാതാവ് ഇതെനിക്കുള്ള പരീക്ഷണമാണോ എനിക്കൊരു തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്രം എടുത്ത് കൊടുത്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയത്. അതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ മാതാവിൻ്റെ സാന്നിധ്യം, ഞാൻ മെഴുകുതിരി കത്തിക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നതായിട്ട് തോന്നി. ഞാനത് സിസ്റ്ററിനെ കാണിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ ഡിസംബർ 16 എൻ്റെ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പത്രം കൊടുത്ത് വിശദീകരിക്കുമായിരുന്നു. അതുപോലെ പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആളുകളോട് പറയും, നിങ്ങളിത് വായിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കാതെ വെറുതെ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കരുത്, ഇത് വായിച്ച് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പത്രമാണ്, വായിക്കുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഡിസംബർ 16 ഞാൻ OET എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ട് ഉപ്പും എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ കുറച്ച് വെച്ചിരുന്നു. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ 3 തവണ എക്സാം എഴുതിയ ഒരു അനുഭവം ആയിരുന്നില്ല എനിക്ക് 4ാമത്തെ തവണ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം അനുഭവിക്കാൻ കഴിഞ്ഞു. എനിക്ക് ആദ്യത്തെ ലിസണിങ്ങിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആകെ കയ്യും കാലൊക്കെ വിറച്ച് പകുതി വേർഡൊക്കെ പോകും, എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഇറങ്ങിയാൽ മതി, അങ്ങനെ ഒരു തോന്നലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ലിസണിങ്ങിൻ്റെ ഓഡിയോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഡിയോ സ്റ്റക്കായി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് വായിക്കുന്നുണ്ട്. പക്ഷേ ഓഡിയോ സ്റ്റക്കായ കാരണം അവർ പറഞ്ഞു, അത് കഴിഞ്ഞ് ഇനി ഓഡിയോ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നോർമൽ ഇതുവരെ ഞാൻ എഴുതിയിട്ടുള്ള എക്സാമിനെല്ലാം അവർ ഓഡിയോ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ അതെന്നോട് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ വായിച്ചു. എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടി. മാത്രമല്ല, എനിക്ക് ഓപ്ഷൻസൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ തോന്നി, എനിക്ക് ആൻസറുകളൊക്കെയും. അങ്ങനെ എൻ്റെ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്പീക്കിങ്ങിന് പോണ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭയം,
ഇതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി വന്നു. അത്ര നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെയും എക്സാം ടഫായിരുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം തോന്നിയത് കാരണം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും എല്ലാവരും ജയിക്കും. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ജയിക്കും എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സ്പീക്കിങ്ങിന് കയറാൻ പോണേലും മുന്നേ എനിക്ക് പെട്ടെന്നൊരു പേടി വന്നപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ കിടക്കണ കാശുരൂപം മുറുക്കെ പിടിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ അവസാന സമയത്ത് തന്നെ പരീക്ഷിക്കരുത് അമ്മയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണം മനസ്സിൽ ചൊല്ലി. ആ ചൊല്ലിയ സമയത്ത് പെട്ടെന്ന് ഒരു ചാരക്കളർ ഒരു പ്രാവ് അത് കൂടെ പറന്നുപോയി. എനിക്ക് എങ്ങനെയോ ഒരു ധൈര്യം കിട്ടി. ഞാൻ സ്പീക്കിങ്ങിന് എൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ കയറണേലും മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി തീർത്ത് ഞാൻ അകത്തേക്ക് കയറി. ഞാൻ അവിടെ ചെയറിലിരുന്നതിന് ശേഷം എനിക്ക് എവിടെന്നോ ഒരു ധൈര്യം. ഞാൻ അതുവരെ നടുകുനിഞ്ഞാണ് സ്പീക്കിങ്ങിന് ഇരിക്കാറ്. പക്ഷേ ഞാൻ എക്സാമിനിരിക്കുന്ന സമയത്ത് നടുനിവർത്തി തന്നെ എന്നെ മാതാവ് അവിടെ ഇരുത്തി. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ എനിക്ക് എവിടെന്നോ ഒരു ശക്തി കിട്ടി മാതാവ് എന്നെ പറയാൻ സഹായിച്ചതായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ജനുവരി 15 എല്ലാവരുടെയും റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് മാത്രം വന്നില്ല. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ജനുവരി 16 ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിരുന്നു. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കലേ എനിക്ക് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് തോന്നി. പക്ഷേ മൊബൈൽ നോക്കാൻ ബുദ്ധിമുട്ടായ കാരണം ഞാനപ്പോൾ നോക്കിയില്ല. ഞാനപ്പോൾ BP നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചാരക്കളറൊരു സാരി എടുത്തൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു BP നോക്കാൻ. ഞാൻ BP നോക്കി. അവർ പോയതിന് ശേഷം എനിക്കൊരു മനസ്സിലൊരു തോന്നി, ഇത് മാതാവാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. പിന്നീട് ഞാൻ അവരെ നോക്കിയിട്ട് കണ്ടില്ല. ഞാനത് കഴിഞ്ഞ് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞാൻ ചേഞ്ചിങ് റൂമിൽ പോയി മാതാവിൻ്റെ രൂപം ഞാൻ റിസൾട്ട് വരുന്ന സമയത്ത് ഒരാഴ്ചയായിട്ട് ബാഗിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത്. ഞാൻ ആ രൂപം വെച്ച് മുട്ടുകുത്തി വിശ്വാസ പ്രമാണം ചൊല്ലി മൊബൈലിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് കിട്ടിയപ്പോൾ അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള 7 ഫ്രണ്ട്സിനും അയർലൻഡ് സ്കോറാണ്. പക്ഷേ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു UK പോകണം, UK സ്കോർ വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം അയർലൻഡ് സ്കോറാണ്. എനിക്ക് അയർലൻഡിൽ പോകണമെന്നായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത് UK എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റോപ്പായി, ഇപ്പം നിലവിലൊന്നും നടക്കുന്നില്ല എന്ന്. പിന്നെ എനിക്ക് ജനിച്ച കാലം മുതൽ അലർജി, ആസ്മ അതുപോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഉപ്പും അതുപോലെ മാതാവിൻ്റെ എണ്ണയും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ശ്വാസമുട്ട് അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് അനസ്തേഷ്യയുടെ ഡോസ് കൂടി, ഓർമ്മക്കുറവാണ്, മാനസിക അസ്വസ്ഥ്യമുള്ളതാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് അനിയന്ത്രിതമായിട്ടുള്ള രക്തസ്രാവം വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഫൈബ്രോയിഡ് ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ നിർദ്ദേശപ്രകാരം കൊണ്ടുകൊടുക്കാൻ സാധിച്ചു.
പിന്നെ എൻ്റെ 4ാമത്തെ ഉടമ്പടി ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പുതുക്കിയത്. ആ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ നടന്നിരുന്നു. വിസ അപ്രൂവൽ ആവണം 16-ാം തീയതിക്കുള്ളിൽ, അതായത് നവംബർ 16-നുള്ളിൽ എൻ്റെ വിസ അപ്രൂവൽ ആവണം. മാതാവ്, എൻ്റെ കൂടെയുള്ള ചേച്ചി 30-ാം തീയതി പരീക്ഷ എഴുതാൻ പോവുക. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ അങ്ങനെ പോയിട്ടില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് തിങ്കളാഴ്ച അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടപ്പോൾ അതിൽ പറഞ്ഞത് ഡിസംബർ 25 എന്നുള്ളൊരു നിയോഗം വെച്ചിട്ട് അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ അങ്ങനെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിയോഗത്തിൽ ഡിസംബർ 25-നുള്ളിൽ എനിക്ക് അയർലാൻഡിൽ പോകണം എന്നുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് തിങ്കളാഴ്ച രാവിലെ ഉച്ചയ്ക്ക് 2:15 എനിക്ക് വിസ അപ്രൂവൽ ആയെന്നും പറഞ്ഞിട്ട് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. അതുപോലെ വ്യാഴാഴ്ച എനിക്ക് വിസ കിട്ടി. ഞാൻ ഇന്നലെ അയർലാൻഡിലേക്ക് 26-ാം തീയതിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ചൊവ്വാഴ്ച അയർലാൻഡിലേക്ക് പോവാണ്. ഞാൻ ബൈബിൾ 30 മിനിറ്റ് വായിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിലത്തെ അത് കൂടുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഹിന്ദു അല്ല എന്തുട്ടിനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ വിശദീകരണം എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. ഞാൻ സാക്ഷ്യങ്ങൾ കാണുകയും ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു പ്രാർത്ഥനാ പുസ്തകം മേടിച്ച് അത് നോക്കി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. ഇന്നലെ ഞാനിതുപോലെ തന്നെ എനിക്ക് വിഷമം വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു തുറന്ന ബൈബിളിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു. അപ്പോൾ അതിൽ എനിക്ക് വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. ഇതായിരുന്നു ആ വചനം. ഞാനത് ഫോണിൽ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയധികം എനിക്ക് നന്മകളും കൃപകളും ചൊരിഞ്ഞ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.